അവാച്യമായ പ്രണയ സാഫല്യത്തിന്റെ ഈശ്വരഭാവമാണ് അർദ്ധനാരീശ്വരൻ. ശ്രീപാർവതിയുടെ ആജ്ഞയനുസരിച്ച് ദുർഗാദേവി മഹിഷാസുരനെ വധിച്ചു. ഇതിൽ ശിവന് അഭിമാനവും സന്തുഷ്ടിയും ഉണ്ടായി. തന്റെ ഭാര്യയുടെ ആത്മരൂപമായ ദുർഗയോട് അമിതമായ പ്രേമപാരവശ്യം തോന്നി. ശിവൻ വേഗം അരുണാചലത്തിൽ തപസ്സനുഷ്ഠിക്കുന്ന ഭാര്യ പാർവതിയുടെ അടുത്തെത്തി. ഇരുവരും ആലിംഗനബദ്ധരായി. ശ്രീപാർവതിയെ ശിവൻ തന്റെ മടിയിൽ ഇടത്തെ തുടയിലിരുത്തി. പാർവതിയാകട്ടെ ആ ശരീരത്തിൽ ലയിച്ചു ചേർന്നു. ആ ശരീരത്തിന്റെ വലതുഭാഗം ശിവചിഹ്നങ്ങളായ ജഡ, സർപ്പം തുടങ്ങിയവയായും ഇടതുഭാഗം പാർവതിയുടെ സ്ത്രീ ശരീരമായും കൂടിച്ചേർന്നു. പാർവതി പരമേശ്വരന്മാരുടെ പ്രണയ സാഫല്യത്തിന്റെ മൂർത്തിമത് ഭാവമാണ് അർദ്ധനാരീശ്വരൻ. പുരാതന കാലം മുതൽക്കേ തുടർന്നു പോരുന്ന ഈ ആരാധനാ രീതി ചരിത്രാതീത കാലം മുതലുള്ള മാനവന്റെ സ്ത്രീ പുരുഷ സമഭാവനയുടെ ദൃഷ്ടാന്തമായി ചൂണ്ടിക്കാണിക്കാവുന്നതാണ്. ശൈവം, ശാക്തേയം എന്നീ രണ്ടു ശാഖകളുടെ സംയോജിതമായ ആരാധനാ സമ്പ്രദായങ്ങളും താന്ത്രിക ക്രിയകളിലെ ഏകത്വവും അർദ്ധനാരീശ്വര സങ്കല്പത്തിലും ആചാരങ്ങളിലും പലയിടങ്ങളിലും ദർശിക്കാവുന്നതാണ്.